ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഫ്രൈ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് മീനൊന്നും ഇല്ലാത്തപ്പോഴൊക്കെ ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട്, ചോറിന് രുചി കൂട്ടാനായിട്ട് പറ്റിയ ബെസ്റ്റ് ഐറ്റമാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് പാവയ്ക്ക വെച്ചിട്ടാണ്, പക്ഷേ ഒട്ടും കയ്പില്ലാണ്ടാണ് നമ്മൾ ഈ ഫ്രൈ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാവയ്ക്ക നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു വിരലിൻ്റെ പകുതി വലുപ്പത്തിലാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. കുറച്ച് കനത്തിൽ, വല്ലാണ്ട് കനം കൂടുതലാവാൻ പാടില്ല. ഇതേപോലെ ഏകദേശം ഒരു 1/4 ഇഞ്ച് കനത്തിലാണ് നമ്മളിതിനെ മുറിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചെയ്തിട്ട് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവിക്കാനായിട്ട് നമ്മളിത് നെകക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പിന് അടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ എടുക്കുന്ന പാവയ്ക്ക് ഒരുപാട് കയ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒരല്പം ഉപ്പ് തിരുമ്മിയിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ആ വെള്ളം പിഴിഞ്ഞ് കളയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കയ്പ് കുറഞ്ഞിട്ടും. ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കയ്പ് കുറയ്ക്കാൻ വേണ്ടി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ വിനാഗിരി ചേർത്തിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് നല്ലോണം വറ്റിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം, അടിയിൽ പിടിച്ച് കരിഞ്ഞൊന്നും പോകരുത്. ഇതൊരല്പം കൂടെ വറ്റാനുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല പാകത്തിന് എന്ത് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനി തണുത്തതിന് ശേഷം വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ പാവയ്ക്ക എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പാവയ്ക്കയുടെ കയ്പിനനുസരിച്ച് കുറച്ചുകൂടെ അധികം ഉപ്പും മുളകും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അധികം കയ്പ് അറിയില്ല. ഞാൻ പാവയ്ക്ക നല്ലോണം തണുത്ത് വരണം. അപ്പോഴത്തേക്കും നമുക്കിതിനുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയിലാണ് നമ്മൾ മുക്കി വറുത്തെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ പാവയ്ക്ക് നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി എന്ന് പറയുമ്പോൾ അപ്പപ്പൊടി അരിപ്പൊടി ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ മുളക് പൊടി, ഒരല്പം കായപ്പൊടി, ഇത്രയുമാണ് നമ്മളിതിൽ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മാവ് ചേർത്ത് കൊടുക്കാം. അത് ഏത് മാവായാലും കുഴപ്പമില്ല. അപ്പത്തിൻ്റെ മാവോ ദോശമാവോ ഇഡലി മാവോ ഏതെങ്കിലും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഒരു ദോശമാവിൻ്റെ പാകത്തിലായിട്ട് ഒരുപാട് കുറുകിയോ ഒരുപാട് ലൂസോ അല്ലാണ്ട് ഒന്ന് കലക്കിയെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും മാവ് കലക്കുമ്പോൾ കുറേശ്ശെയായിട്ട് മാത്രം ഒഴിച്ച് പാകത്തിനായിട്ട് കലക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് പാകമായിട്ടുണ്ട്. ഇനി നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കഷ്ണങ്ങൾ വെന്തുടഞ്ഞു പോകാൻ പാകത്തിനാവരുത്. അതുപോലെ മിക്സ് ചെയ്യുമ്പോഴും നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഉടയാണ്ട് സോഫ്റ്റായിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ മാവിന് പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഇത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ച് നേരം ഒന്ന് പുളിക്കാൻ വയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന അപ്പത്തിൻ്റെ മാവ് ചേർത്തിരിക്കുന്നത്. നമുക്കിതിനെ ഒരു 1/2 മണിക്കൂർ അടച്ചു വയ്ക്കാം. നമുക്കിതുപോലെ പാവയ്ക്ക മിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് വറുത്തെടുക്കാം. നമ്മൾ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് വറുത്തെടുക്കുക. ഈ വറുത്തെടുക്കാനായിട്ട് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പോൾ മാത്രമേ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കുകയുള്ളൂ. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിതിനെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഒരു സൈഡ് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ വേവിച്ചെടുക്കാം. ഈ 2 സൈഡും മറിച്ചിട്ടതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടർത്തി എടുത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരു 3/4 മൂപ്പായിട്ടുണ്ട്. ഇതെല്ലാം ഇതുപോലെ അടർത്തി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. ഇപ്പോൾ നമ്മളുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പാവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും കയ്പില്ലാണ്ട് പാവയ്ക്ക വറുത്തെടുക്കാൻ പറ്റും. പാവയ്ക്ക ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് പോലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. എപ്പോഴും കുറേശ്ശെ മാത്രമായിട്ടിട്ട് വറുത്തെടുക്കുക. ഒരു പരന്ന ഫ്രൈ പാനിലാണ് നമ്മൾ ഇടുന്നതെങ്കിൽ കുറച്ചധികം തന്നെ ഇട്ടിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഇടുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചതിന് ശേഷം ഒന്ന് ചൂടായതിന് ശേഷം മാത്രം ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ആ സെറ്റ് നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ടും വറുത്ത് കോരാം. അപ്പോൾ നമ്മളുടെ ക്രിസ്പി പാവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പാവയ്ക്ക റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.